ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമുക്കിതാ ഓൺലൈൻ വഴി വന്നതാണ് കേട്ടോ സൈക്കിള്. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പം ഇത് മോന് ഗിഫ്റ്റ് വന്നതാണ്. നമ്മളെല്ലാം കേട്ടോ ഓർഡർ ചെയ്ത് വരുത്തിയത്. എൻ്റെ അനിയത്തിയും അനിയനുമാണ് കേട്ടോ. അവർ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണ്. അപ്പം ഇനി ഇത് സൈക്കിള് ഇത്ര ഉള്ളെങ്കിലും ഇത് ഫുള്ള് നമ്മൾ ഫിറ്റ് ചെയ്യണം കേട്ടോ. കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു കോമഡി നടന്നു കേട്ടോ. പുള്ളിക്കാരെ ഇത് വിചാരിച്ചത് എന്താണെന്നറിയോ, ഇതിന്റെ ഫ്രണ്ട് കണ്ടപ്പോ സൈക്കിള് അപ്പോൾ ഇതേ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ, LED ആണോന്നാണ് കേട്ടോ ചോദിക്കുന്നത്. TV ആണോന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് അത്രയും കെയർ ചെയ്താണ് അത്ര അത് അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ബൈസൈക്കിളാന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ഞെട്ടി. കാരണം ഞാൻ ഇതാണോ ഇത്ര കെയർ ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല കേട്ടോ ബൈസൈക്കിളാണ്. അത് എൻ്റെ ഓൾറെഡി എൻ്റെ കാർഡ്ബോർഡ് സൈഡിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വായിച്ചു നോക്കാൻ പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറയാണ് അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന്. പിന്നെ ഞാൻ എന്ത് പറയുന്നത്, ഞാൻ പറഞ്ഞു സൈക്കിളാണ് കേട്ടോ TV അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയാണ് ഞാനിത് TV ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്ര കെയർ ചെയ്താണ് അത് അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ടാങ്കിയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ സൈക്കിളാണെന്ന് കണ്ടെയ്നേഴ്സ് ബൈസൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അതിൻ്റെ സൈസും അതിൻ്റെ ഗിയറും ഇതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അതുകൊണ്ടാണോ പുള്ളിക്കാരന് മനസ്സിലാവാഞ്ഞെന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സാധാരണ ഓൺലൈനായിട്ട് നമ്മളിങ്ങനെ വാങ്ങുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ വാങ്ങുന്നതിൻ്റെ സൈസും അതിൻ്റെ ഗിയറും അതിൻ്റെ മെറ്റീരിയലും എല്ലാം അവർ മെൻഷൻ ചെയ്താണ് കേട്ടോ തരാറ്. അപ്പം ഇതിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അകത്ത് സാധനം ഉണ്ടായാൽ മതിയല്ലോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം ആവണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മേലത്തെ ആ 2 കെട്ടുണ്ടായിരുന്നത് ഞാൻ പൊട്ടിച്ചു കേട്ടോ. അപ്പം മേലിൽ ഓൾറെഡി ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ മേലത്തെ കെട്ട് പൊട്ടിച്ചിട്ട് ഈ കാർഡ്ബോർഡ് ഓൾറെഡി ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒരു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഓൾറെഡി പൊട്ടിച്ച രീതിയിലാണ് കേട്ടോ കിട്ടിയത്. അത് ഞാനല്ല പൊട്ടിച്ചത്, അത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ കെട്ട് മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതെ എന്തായാലും സാധനം അകത്തുണ്ട്. നല്ല സേഫായിട്ടാണ് കേട്ടോ സാധനം ഇരിക്കുന്നത്. സൈക്കിൾ അതേ കണ്ടില്ലേ. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ബാക്കിലത്തെ വീല് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലത്തെ വീല് നമുക്ക് ഫിറ്റ് ചെയ്യണം, ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, നല്ല അടിപൊളി പാക്കേജും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടാണ് നല്ല സേഫായിട്ടാണ് കേട്ടോ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അതെ ഇതാണ് കേട്ടോ സൈക്കിള്. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള പാർട്സ് ഓരോരോ പൗച്ചിലായിട്ടാണ് കേട്ടോ അവർ തന്നിരിക്കുന്നത്. അതും കൂടി നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മഡ് ഗാർഡ് താഴോട്ട് വെച്ചോ. റിഫ്ലക്ടർ ഉണ്ടോ താഴോട്ട്. പിന്നെ വന്നേക്കുന്നത് എന്തു സാധനം നോക്കട്ടെ. ഡിസ്ക് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പെഡലും അതിൻ്റെ സ്ക്രൂ ഒക്കെയാണ് കേട്ടോ. പിന്നെ കുറേ ടൂളാണ് കേട്ടോ. അത് ഫിറ്റ് ചെയ്യാനുള്ള ടൂൾസാണ് കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. മാനുവലും ഡിസ്ക് ബ്രേക്കും പെഡലും ഫിറ്റ് ചെയ്യാനുള്ള ടൂൾസും ഇത് ഇത്രയാണ് കേട്ടോ ഇതിനകത്ത് കിടക്കുന്നത്. താഴോട്ട് വെച്ച് നമുക്ക് ബോക്സ് അങ്ങോട്ട് മാറ്റാം. സൈക്കിൾ പിടിച്ചോ. ഫിറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വന്നേക്കുന്നത് ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അവരങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി അവിടെ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. പോരാത്തതിന് ഓൺലൈനായിട്ട് ശ്രീചേട്ടനുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ടയറിൻ്റെ ഡിസ്കും കാര്യങ്ങളും ഒക്കെ അവർക്കൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പം അവരതിൻ്റെ തിരക്കിലാണ് കേട്ടോ. സൈക്കിൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നല്ല സേഫ്റ്റിയിലാണ്, നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എതിരഭിപ്രായം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വാട്ടർ ഹോൾഡറും ബെല്ലും കിട്ടിയില്ല കേട്ടോ. അപ്പം ആ മാനുവലിനകത്ത് നമ്പർ ഉണ്ടായിരുന്നു. സൈക്കിൾ നമുക്ക് വന്നത് കർണാടകയിൽ നിന്നാണ്. അപ്പം ഞാൻ ആ നമ്പറിൽ അവരെ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുന്നത് അവർ വാട്ടർ ഹോൾഡറും ബെല്ലും പ്രൊവൈഡ് ചെയ്യുന്നില്ല അത്ര. അവരല്ലാണ്ട് മഡ് ഗാർഡും സൈഡ് സ്റ്റാൻഡും ഒക്കെയാണ് ഈ സൈക്കിളിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ബെല്ല് പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. സൈക്കിളിൻ്റെ മഡ് ഗാർഡും സൈഡ് സ്റ്റാൻഡും ഒക്കെ അത്യാവശ്യ ഘടകമാണ് ഒരു സൈക്കിളിന്. അതേപോലെ തന്നെ അതിലും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ബെല്ലെന്ന് പറയുന്നത്. പിന്നെ അവരെന്തുകൊണ്ടാണ് അത് പ്രൊവൈഡ് ചെയ്യാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പം നമ്മളൊരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു കാർ എന്തെങ്കിലും മേടിക്കുമ്പം അവർ നമുക്ക് ലോക്ക് തരില്ല, ബ്രേക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. പക്ഷേ ആ ഒരു ഇതിനോട് മാത്രം എനിക്കൊരു അത്ര യോജിപ്പ് വന്നില്ല കേട്ടോ. ബാക്കി സൈക്കിളൊക്കെ അടിപൊളിയാണ്, എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അവർ ഇതും കൂടി ആഡ് ഓൺ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പോരാത്തതിന് നമ്മൾ ഇത്ര വില
കൊടുത്തൊരു സാധനം വാങ്ങുമ്പം അതിന് ബെല്ല് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പം ഇതാണ് കാര്യം. അങ്ങനെ ഫൈനലി സച്ചുമോൻ ടയറൊക്കെ ഫിറ്റ് ചെയ്ത് സാധനങ്ങൾ മഡ്ഗാർഡൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി ഫ്രണ്ടിലത്തെ മഡ്ഗാർഡ് ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ബാക്കി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞല്ലേ നമ്മുടെ കയ്യിൽ ഒരു ഗിയർ സൈക്കിൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ആക്ച്വലി കഴിഞ്ഞ വർഷം മെയ്യിൽ, ഈ വർഷം മെയ്യിൽ 1 വർഷം ആവുന്ന കേട്ടോ. അതിവിടെ നമ്മൾ താഴെ സൈക്കിള് ലോക്കിട്ട് വെച്ചിരുന്നതാ. കള്ളന്മാര് കൊണ്ടുപോയി ആ സൈക്കിള്. അത് ഏത് കമ്പനിയുടെ ആയിരുന്നു മോനെ? ക്രോസ് കമ്പനിയുടെ ആയിരുന്നേ. ഞങ്ങൾ വിശാഖപട്ടണത്തുണ്ടായിരുന്നപ്പോൾ അവിടുന്ന് മേടിച്ചതാ. അപ്പം നമ്മുടെ സൈക്കിൾ ഏതാണെന്നറിയാമോ? നമ്മുടെ സൈക്കിള് കാർഡിയാക് ആൽഫ പ്രോ ജെൻ 2 ആണ്. ഇതായത് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് കാർഡിയാക് ആൽഫ പ്രോ ജെൻ 2 ആണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇത് കണ്ടില്ലേ, സൈക്കിളിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. കാർഡിയാക് ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കിളിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും അതിൻ്റെ പാറ്റേണും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വാങ്ങിയ കളറ് മിലിറ്ററി ഗ്രീൻ ആണ്. പിന്നെ അതിൻ്റെ ടയർ എന്ന് പറയുന്നത് 29 ഇഞ്ചസ് ആണ്. പിന്നെ ഹാൻഡിലിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്രിപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. സ്പീഡ് 21 സ്പീഡാണുള്ളത്. പിന്നെ സീറ്റ് മെമ്മറി ഫോമിൻ്റെ സീറ്റാണ് കേട്ടോ. അതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 20,823 രൂപയാണ് കേട്ടോ. ഇത്ര വില കൊടുത്താലും നല്ല അടിപൊളിയാണ്. വെയ്റ്റ്ലെസ് ആണ്, നല്ല സ്മൂത്താണ് കേട്ടോ കുട്ടികൾക്ക് ചവിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ ഡെയിലി 1 സൈഡ് 6-7 കിലോമീറ്റർ ചവിട്ടി അവൻ കമ്പ്യൂട്ടർ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് വളരെ ഇഷ്ടപ്പെട്ടു സൈക്കിള്. പിന്നെ ഇത് കണ്ടില്ലേ, ഗിയറിൻ്റെ ഇതൊക്കെ ഗിയർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. സംഭവം എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് രശ്മി ആൻഡ് അമൃത്. ഈ എന്താ പറയുന്നത്, നമ്മുടെ മാത്രമായിട്ടുള്ള ക്വാർട്ടേഴ്സ് അല്ല. ഞാൻ ഓൾറെഡി ഇതിന് മുന്നിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റിൻ്റെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഗേറ്റിൽ ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും പോവാം, അങ്ങനെയുള്ള ഇതാണ് കേട്ടോ. അത് കാരണം ആര് വരുന്നു ആര് പോകുന്നു എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ സൈക്കിൾ കൊണ്ടുപോയി. അത് രാത്രിയിൽ എല്ലാവരും കൊണ്ടുപോയി, ഡേ ടൈമിൽ. ഞാൻ 10:30 താഴെ ഇറങ്ങുമ്പോൾ സൈക്കിൾ താഴെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 12 മണിക്ക് ഞാൻ താഴെ പോയപ്പം സൈക്കിൾ താഴെ ഇല്ല. പിന്നെ നമ്മൾ പോലീസ് കേസൊക്കെ കൊടുത്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടത്തില്ലെന്ന് അറിയായിരുന്നു, പിന്നെ ചുമ്മാ കൊണ്ട് കൊടുത്തതാ. അതിനു മുന്നേ നന്ദുമോൻ്റെ സൈക്കിൾ ഇവിടുന്ന് കൊണ്ടുപോയി. അത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി പിടിച്ചായിരുന്നു. അന്ന് അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് 3 സൈക്കിൾ കിട്ടി കേട്ടോ. അപ്പോൾ നന്ദുമോൻ്റെ സൈക്കിള് അവരുടെ വീട്ടിൽ നിന്ന് 2 എണ്ണം കിട്ടി. നന്ദുമോൻ്റെ സൈക്കിള് വേറെ ഇവിടെ എന്താ പറയുന്നത്, ആളതാമസം ഇല്ലാത്ത കുറേ ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സിനകത്തുണ്ടാവും പിള്ളേർ വെച്ചിരുന്നു. പിള്ളേർ കാണാം കേട്ടോ, ചെറിയ പിള്ളേർ, അതായത് 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പം അവരുടെ പേരൻസ് നമ്മുടെ അടുത്ത് പറയണം നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യാൻ. അവർക്കറിയാം പോലീസ് ഒന്നും ചെയ്യത്തില്ല, കാരണം കുട്ടികളാണെന്നുള്ളത്. നല്ല സപ്പോർട്ടാണ് പേരൻസിന് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കേട്ടോ. അതിനുശേഷം നമ്മൾ പിന്നെ സൈക്കിളൊക്കെ ഇവിടെ റൂമിനകത്താണ് കേട്ടോ വെക്കുന്നത്. മേളത്തെ നില വരെ നമ്മൾ ചുമന്ന് കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ റൂമിനകത്ത് കയറ്റി വെക്കും. അതുവരെ ഈ ചുമന്ന് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ താഴെ വെച്ചിരുന്നത്. ഇപ്പം അതുകൊണ്ട് നന്ദുമോൻ്റെയൊക്കെ സൈക്കിൾ മേളിൽ കൊണ്ട് വെച്ചിരുന്നുണ്ട്. ഈ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ സൈക്കിളൊന്നും പിള്ളേർ ചവിട്ടുന്നില്ല, ചുമ്മാ അവിടെ ഇങ്ങനെ ലോക്കിട്ട് വെച്ചിരിക്കുക. എന്ത് ചെയ്യാൻ, ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്നത്. സാധാരണ എല്ലായിടത്തും നമുക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടാവും, നമ്മുടെ യൂണിറ്റിനകത്ത് തന്നെയായിരിക്കും. അവിടെ നല്ല സേഫാണ്. നമ്മൾ സൈക്കിളും ബൈക്കും ഒന്നും ലോക്ക് ചെയ്ത് വെക്കത്തേ ഇല്ല. ഇവിടെ നമ്മൾ 2ഉം 3ഉം ലോക്കിട്ടാണ് കേട്ടോ വെക്കുന്നത്. പറഞ്ഞില്ലല്ലോ, മോനെ എക്സാമിന് കൊണ്ടുപോയ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. വലിയ മാർക്കൊന്നും ഇല്ല, എന്നാലും അത്ര കുറവുമല്ല. 84% ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി അന്ന് പരീക്ഷയ്ക്ക് കൊണ്ടുപോയതൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, 84% ആണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു 90 above ഒക്കെ വാങ്ങിക്കില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ പ്രതീക്ഷ അവന് സ്വന്തമായിട്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തുകൊണ്ടോ അവിടെ വരെ എത്താൻ അവനെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നോക്കാമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്തത് വീഡിയോ കാണുന്നതിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.